3 മണിയോടുകൂടിയായിരിക്കും നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലേക്ക് ശവസംസ്കാരത്തിനായിട്ട് മൃതദേഹം കൊണ്ടുപോവുക. ഈ കൊണ്ടുപോകുന്ന വീട്ടിൽ വെച്ച് തന്നെ ഔദ്യോഗിക ബഹുമതികൾ നൽകാനുള്ള ആലോചനയാണ് നിലവിൽ ബന്ധപ്പെട്ട അധികൃതർ എടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധ ഔദ്യോഗിക ബഹുമതികൾ നൽകിയായിരിക്കും 10 മാസം പ്രായമായ ആലിൻ ഷെറിൻ എബ്രഹാമിനെ യാത്രയാക്കുക. നമുക്കെല്ലാവർക്കും അത്രമേൽ പ്രിയങ്കരിയാണ് ആലിൻ ഷെറിൻ എബ്രഹാം. 10 മാസം മാത്രം ഹ്രസ്വമായിട്ടുള്ള കാലഘട്ടത്തിൽ മാത്രം ജീവിച്ച കുഞ്ഞ് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് അനശ്വരതയിലേക്ക് നിത്യതയിലേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാവർക്കും പ്രിയങ്കരിയായി എക്കാലവും നമ്മൾ ഈ കേരളക്കര ഒന്നടങ്കം ഓർത്തിരിക്കുന്ന, ഹൃദയത്തോട് ചേർക്കുന്ന, അത്രമാത്രം എല്ലാവരുടെയും നൊമ്പരമായി മാറുകയാണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം പ്രായം മാത്രമുള്ള കുഞ്ഞ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇക്കഴിഞ്ഞ 5-ാം തീയതിയായിരുന്നു ആലിൻ ഷെറിനും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും പിന്നീട് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തത്. ഈ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് പിന്നാലെ ആലിൻ ഷെറിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് ഈ കുടുംബം എടുത്തൊരു തീരുമാനം കേരള പൊതുസമൂഹത്തെ ഒന്നടങ്കം അവരെ ഹൃദയത്തോട് ചേർത്തുന്ന തരത്തിലായിരുന്നു. കാരണം ഈ സംസ്ഥാനത്തെ, ഒരുപക്ഷെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായിട്ട് ആ ഒരു ഗണത്തിലേക്ക് കൂടി ചേർക്കപ്പെടുകയാണ്. മാലാഖമാരുടെ ഗണത്തിലേക്ക് ആലിൻ ഷെറിൻ ചേർക്കപ്പെടുമ്പോൾ മറ്റൊരു കാര്യം കൂടി, ആലിൻ ഷെറിൻ്റെ പേര് വലിയ തരത്തിൽ എഴുതി ചേർക്കപ്പെടുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്നുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ആ ഒരു ഗണത്തിലേക്ക് കൂടിയാണ് ആലിൻ ഷെറിൻ ചേർക്കപ്പെടുന്നത്. അങ്ങനെ 5 പേർക്ക്, 5 കുരുന്നുകൾക്ക് കൂടി പുതുജീവനേകിക്കൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന വെറും 10 മാസം പ്രായമായ കുഞ്ഞ്. ആ കുഞ്ഞിനെ കാണാനായിട്ട് ഈ വീട്ടിലേക്ക് 100 കണക്കിന് ആളുകൾ ഇടതടവില്ലാതെ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. രാവിലെ 8 മണിക്ക് കുഞ്ഞിൻ്റെ ഭൗതികദേഹം ഇവിടേക്ക് കൊണ്ടുവന്ന സമയം മുതൽ ഈ സമയം വരെയും ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് ആ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കണ്ട്, ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് കണ്ണീർ പൊഴിച്ച്, ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ആ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഓരോരുത്തരും മടങ്ങുകയാണ്. അത്രമേൽ ഹൃദയവേദന നാം ഓരോരുത്തരിലും ഉണ്ടാക്കുന്നുണ്ട്. ഇത് വാലുമണ്ണിൽ കുടുംബത്തിൻ്റെ മാത്രം നഷ്ടമല്ല. ഇത് ഈ അല്ലെങ്കിൽ ഈ വാലുമണ്ണിൽ കുടുംബത്തിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു വേദനയോ ദുഃഖമോ ഒന്നും തന്നെയല്ല. ഇത് കേരളക്കര ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുകയാണ്, ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുകയാണ്. മനുഷ്യനുള്ളിടത്തോളം കാലം ആലിൻ ഷെറിനെയും ആലിൻ ഷെറിൻ്റെ മാതാപിതാക്കളെയും ഈ കുടുംബത്തെയും ചേർത്ത് പിടിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. 5 പേർക്ക് പുതുജീവനേകി നിത്യതയിലേക്ക് പ്രവേശിച്ച ആലിൻ ഷെറിനെ അവസാനമായെന്ന് കണ്ട് ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥനയോടുകൂടി ആളുകൾ മടങ്ങിപ്പോവുകയാണ്. എന്തായാലും ആ പൊതുദർശനം 2 മണി വരെ നീണ്ടു നിൽക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.